മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 282 എപ്പിസോഡിൽ അലൂമിന സിലിക്കേറ്റ് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്തിൽ നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സാണ് കെൻ്റ് ഇതിൽ വിശദീകരിക്കുന്നത്. നമുക്കവ പരിശോധിക്കാം. The eyelids are stuck together during the night and in the morning discharge thick mucus. Dark rings around the eyes. Eyes feel enlarged with dryness, catarrhal inflammation in the open air with itching. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ്. നേരം വെളുക്കുമ്പോഴേക്കും കൺപോളകൾ അടഞ്ഞിരിക്കും. സാധാരണ കണ്ണിക്കേട് ഒക്കെ ഉണ്ടാകുന്ന മാതിരി. രാത്രി സമയത്ത് കൺപോളകൾ ചേർന്ന് ഒട്ടിയിരിക്കും, തുറക്കാൻ പ്രയാസം. പ്രഭാതത്തിൽ കട്ടിയുള്ള കഫം അതിൽ നിന്ന് ഒലിച്ചു വരും. കണ്ണിന് ചുറ്റും ഇരുണ്ട വലയങ്ങൾ ഉണ്ടാകുന്നു. കണ്ണ് വലുതായ പോലെ തോന്നുന്നു, ഫീലിംഗ് ആണ്. കണ്ണിൽ ഒരു വരണ്ട അവസ്ഥ, ആ ഒരു കണ്ണീരിൻ്റെ നനവില്ല. തുറസായ വായുവിൽ കണ്ണിന് വീക്കം, കഫം വരുന്നതിൽ നിന്ന്, ചൊറിച്ചിൽ. പെയിൻ ഇൻ ദ ഐസ്, ബേണിംഗ് ഇൻ ദ ഈവനിങ് ആസ് ഫ്രം സ്മോക്ക്. കണ്ണിൽ വേദന, സായാഹ്നമാകുമ്പോൾ പുകയടിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ നീറ്റൽ. ബേണിംഗ് ഇൻ ലിഡ്സ് ആൻഡ് ഇൻ ദ കാതി, കൺപോളകളിലും കടക്കണ്ണിലും പൊള്ളുന്ന പോലെ. പ്രസ്സിംഗ് പെയിൻ ഇൻ ദ ഐസ്, സോർനസ് ആൻഡ് പെയിൻ ആസ് ഫ്രം സാൻഡ് ഇൻ ദ ഐസ്. കണ്ണിൽ മണ്ണ് പോയതുപോലെ, കണ്ണിൽ ഞെക്കുന്ന പോലെ വേദന, കണ്ണിൽ നൊമ്പരം. സ്റ്റിച്ചിങ് ഇൻ ദ ഐസ്, കണ്ണിൽ കുത്തുന്ന പോലെ വേദന. ഫോട്ടോഫോബിയ, ഇറ്റാലിക്സിലാണ്. പ്രകാശത്തോട് ഭയം. റെഡ്നെസ് ഓഫ് ദ ഐസ്, സ്റ്റൈസ് ആൻഡ് സോളൻ ലിഡ്സ്. കണ്ണ് ചുവന്നിരിക്കുന്നു, കണ്ണിൽ കുരു വരുന്നു, കൺപോളകൾ വീർത്തു വരുന്നു. ദ വിഷൻ ഈസ് ഡിം, വേഴ്സ് അറ്റ് നൈറ്റ് ബൈ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. കാഴ്ചപൊതി മങ്ങിയിരിക്കുകയാണ്. രാത്രിയിൽ കൃത്രിമ പ്രകാശത്തിൽ കൂടുതൽ ആ മങ്ങൽ വർദ്ധിക്കുന്നു. ആൻഡ് എക്സേർഷൻ ഓഫ് വിഷൻ, കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രയാസം, കാണാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടണം. ദ വിഷൻ ഈസ് ഫോഗി വീക്ക്, ഒരു മൂടുപടലത്തിലൂടെ എന്നുള്ള കാഴ്ച ശക്തി കുറവ്. ഹൈപ്പർട്രോമിയ, അടുത്ത കാഴ്ചകൾ ബ്ലർഡായിരിക്കുന്നു, ദൂരക്കാഴ്ചകൾ കാണാം. കുറച്ച് പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ. പ്യൂർലൻ ഡിസ്ചാർജ് ഫ്രം ദ ഇയേഴ്സ് വിത്ത് ഇച്ചിങ് ഇൻ ദ ഓഡിറ്ററി കനാൽ. കാതിൽ നിന്നും കട്ടിയുള്ള സ്രവങ്ങൾ വരുന്നു. ആ ശ്രവണ കനാലിൽ അതിൽ ചൊറിച്ചിൽ. ദ ഇയേഴ്സ് ആർ ഹോട്ട്, ചെവിയിൽ ചൂടനുഭവിക്കുന്നു. നോയ്സസ് ഇൻ ദ ഇയേഴ്സ്, ഹമ്മിങ്, ഫ്ലട്ടറിങ്, റിങ്ങിങ്, റോറിങ് ആൻഡ് വിസിങ്. ചെവിയിൽ എല്ലാത്തരം ശബ്ദങ്ങളും കേൾക്കും. പെയിൻ ഡീപ്പ് ഇൻ ദ ഇയർ, ബോറിങ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ് പെയിൻസ് ഇൻ ദ ഇയർ. ചെവിയുടെ ഉള്ളിൽ തുളയ്ക്കുന്ന പോലെ, കുത്തുന്ന പോലെ, വലിച്ചു കീറുന്ന പോലെയൊക്കെയുള്ള വേദന. സ്റ്റോപ്ഡ് സെൻസേഷൻ വിത്ത് പൾസേഷൻ, ചെവി അടഞ്ഞ പോലെ, ചെവിയിൽ വിങ്ങല്. ഹിയറിങ് അറ്റ് ഫസ്റ്റ് അക്യൂട്ട്, ലേറ്റർ ഇമ്പയർഡ്. കേൾവി ആദ്യം കൂടും, അനാവശ്യ ശബ്ദങ്ങളൊക്കെ കേൾക്കും, കുറെ കഴിഞ്ഞ് കേൾവി പ്രയാസമായി തീരും. ദ എയർ ഫീൽസ് കോൾഡ് ഇൻ ദ നോസ് ഓൺ ബ്രീത്തിങ്. ശ്വസിക്കുമ്പോൾ മൂക്കിൽ വായു തണുത്തതായിട്ട് അനുഭവപ്പെടുന്നു, സാമാന്യത്തിലധികം തണുത്തതായിട്ട് അനുഭവിക്കുന്നു. കാറ്റർ ഓഫ് ദ നേസൽ ക്യാവിറ്റി ആൻഡ് പോസ്റ്റീരിയർ ഇയേഴ്സ്, മൂക്കിൽ നിന്നും മറ്റൊക്കെ കഫം വരുന്നുണ്ട്. ദ ഡിസ്ചാർജ് ഈസ് ബ്ലഡി, അത് രക്തം കലർന്ന കഫവും ജലവും വരാം. ബ്ലഡി എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ മൂക്കിൽ നിന്നുള്ള രക്തം വരൽ പ്രൊമിനൻ്റ് ആണെന്ന് അർത്ഥം. കണ്ടെയ്നിങ് കർസ്, പൊറ്റ വന്നിട്ട് അത് പൊളിഞ്ഞു പോകാം. എസ്കോറിയേറ്റിംഗ്, ഗ്രീനിഷ്, ദ്രവിപ്പിക്കുന്ന തരത്തിൽ പച്ച നിറമുള്ള സ്രവങ്ങൾ. മൂക്കിൻ്റെ കീഴെ സ്പർശിക്കുന്ന ഭാഗങ്ങൾ തൊലിപോവും. ഹാർഡ് ലംസ്, ഒഫൻസീവ്, പ്യുർലൻ, തിക്ക്, സംടൈംസ് വാട്ടറി, യെല്ലോ ഓർ യെല്ലോയിഷ് ഗ്രീൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തരം ഡിസ്ചാർജസും ഉണ്ട്. ചിലപ്പോൾ വെള്ളം പോലെ, ചിലപ്പോൾ മഞ്ഞ നിറത്തിൽ, പച്ച നിറത്തിലൊക്കെ വരും. കൊറൈസ വിത്ത് കോഫ്, ഡ്രൈ ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഫ്ലുവൻറ്റ് വയലൻറ്റ് കൊറൈസ. അപ്പോൾ ജലദോഷമുണ്ട്, അതിനൊപ്പം ചുമയുണ്ട്, വരണ്ട ചുമയുണ്ട്, ഇടക്ക് നീരിറക്കം വരും, മൂക്ക് വരണ്ടിരിക്കും, ഇടക്ക് വെള്ളം ഒഴുകും, വല്ലാതെ കടുക്കും. മച്ച് ഡ്രൈനെസ് ഇൻ ദ നാസൽ ക്യാവിറ്റി, ആ മൂക്കിൻ്റെ ക്യാവിറ്റിയിൽ വല്ലാതെ വരണ്ടൊരവസ്ഥ. എപ്പിസ്റ്റാക്സിസ് ഓൺ ബ്ലോവിങ് ദ നോസ്, മൂക്ക് കീറ്റാൻ നേരത്ത് ചോര വരും. ദ നോസ് ഫീൽസ് ഫുൾ, ഇച്ചിങ് ഇൻ ദ നോസ്, മൂക്ക് നിറഞ്ഞിരിക്കുന്ന പോലെ, മൂക്കിൽ ചൊറിച്ചിൽ. ദ നോസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് വിത്ത് തിക്ക് മ്യൂക്കസ് ആൻഡ് ക്രസ്,
കട്ടിയുള്ള കഫവും പൊറ്റയും വന്നിട്ട് മൂക്ക് അടഞ്ഞു പോകുന്നു. ബേണിംഗ് ആൻഡ് ടിയറിംഗ് ഇൻ ദ നോസ്, മച്ച് സോർനെസ് ഇൻ നോസ്, റൂട്ട് ഓഫ് ദ നോസ് ആൻഡ് സെപ്റ്റം സോർ ടു ടച്ച്. അപ്പോൾ മൂക്കിൽ പൊള്ളൽ, മൂക്കിങ്ങനെ പിരിക്കുന്ന പോലെ വേദന, നൊമ്പരം, മൂക്കിൻ്റെ ആ ഏറ്റവും അറ്റ ഉൾഭാഗത്ത് മൂക്കിനെ വിഭജിക്കുന്ന ആ ഭിത്തിയിലുമൊക്കെ ക്രസ് എന്ന് പറയുന്നു, വേദന ഉണ്ടാകുന്നു. ഡൾ പെയിൻ ഇൻ നോസ് ഓൺ ബ്രീത്തിങ് ട്രാൻസ്മിറ്റഡ് അപ്വേർഡ്സ് ടു മിഡിൽ വേർട്ടക്സ്. ശ്വാസം വലിച്ചു കയറ്റുമ്പോൾ ഒരുതരം ഡൾ പെയിൻ, അത് തലയിലേക്ക് വ്യാപിക്കുന്ന പോലുള്ള വേദന. സ്മെൽ ഫസ്റ്റ് അക്യൂട്ട് ദെൻ ഡിമിനിഷ്ഡ്. ഗന്ധം ആദ്യം വളരെ സൂക്ഷ്മമായിട്ട് ഗന്ധങ്ങൾ കിട്ടും, പിന്നെ അത് കുറയുന്നു. ലേറ്റർ ലോസ്റ്റ്, അവസാനം മണം തീരെ കിട്ടാതാവുന്നു. ഫ്രീക്വൻറ്റ് സ്നീസിങ് വിത്ത് ആൻഡ് വിത്തൗട്ട് കൊറൈസ. തുമ്മലുണ്ട്, ഇടക്കിടക്ക് തുമ്മൽ വരും, അതിനോടൊപ്പം നീരിറക്കം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അൾസറേഷൻ ദ നോസ് ഈസ് ഗ്രേറ്റ്ലി സോളൻ. മൂക്കിൽ വ്രണങ്ങൾ വരുന്നു, മൂക്ക് വല്ലാതെ വിങ്ങി വരുന്നു. പെയിൻ ഇൻ ദ ഫേസ്, പെയിൻ ഇൻ മലാർ ബോൺസ്. മുഖത്ത് വേദന, ആ കവിളല്ലുകളിൽ വേദന. വിത്ത് പെയിൻ ഇൻ ടെമ്പിൾസ്, ചെന്നിക്ക് വേദന. പെയിൻ ഫ്രം ടെമ്പിൾസ് ടു മാലാർ ബോൺസ് ആൻഡ് വേഴ്സ് ഇൻ ഓപ്പൺ എയർ ആൻഡ് വെൻ ചിവിങ്. അപ്പോൾ ചെന്നിയിൽ നിന്നും കവിളിലേക്ക് വേദന സംക്രമിച്ചു വരുന്നു, തുറസായ വായിൽ വർദ്ധിക്കുന്നു, ചവക്കുമ്പോൾ വർദ്ധിക്കുന്നു. ഡ്രോയിങ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ് പെയിൻസ് ഇൻ ദ ഫേസ്. മുഖത്ത് ഈ പറഞ്ഞ എല്ലാ തരത്തിലും വേദനകളുണ്ട്. ദ ഫേസ് ഇസ് പർപ്പിൾ. മുഖമാകെ നീലിച്ച് വയലറ്റ് നിറത്തിലേക്കൊക്കെ മാറും. ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളവർ ചിലപ്പോൾ വളരെ ഡാർക്കായിട്ടായിരിക്കും മാറുന്നത്. ആഫ്റ്റർ കവറിങ് ദ മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് ദ വോൾ മൗത്ത്. വായ ആവരണം ചെയ്യുന്ന വായയിലുള്ള ആ ശ്ലേഷ്മസ്തരത്തിലൊക്കെ ചെറിയ ചെറിയ വ്രണങ്ങൾ വരാം. ദ ഗംസ് ബ്ലീഡ് ആൻഡ് ദ ടങ് ഈസ് കോട്ടഡ് വൈറ്റ്. മോണയിൽ നിന്നും രക്തവാർച്ച വരുന്നു, നാവിൽ വെളുത്ത ആവരണം വരുന്നു. ഡ്രൈനെസ് ഓഫ് ദ മൗത്ത്. വെൻ എ ചിൽ ഓർ ലാസറേറ്റിംഗ് പെയിൻ ഇൻ ഹെഡ് കംസ് ഔട്ട്, ദ ലിപ്സ് സ്റ്റിക്ക് ടുഗദർ. വായ വരണ്ടിരിക്കുന്നു. പനിയോ കുളിരും പനിയോ അല്ലെങ്കിൽ തലയിലിങ്ങനെ വെട്ടിക്കീറുന്ന പോലുള്ള വേദനയോ ഒക്കെ വരുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ചുണ്ടുകൾ ഒട്ടിപ്പോകുന്നു, പശ വന്ന പോലെ ഒട്ടിപ്പോകുന്നു. ആ ഡ്രൈനെസ്സും ഒട്ടലും ഒരുമിച്ചുണ്ട്. മ്യൂക്കസ് കളക്ട്സ് ഇൻ ദ മൗത്ത് ആൻഡ് ദ ഓർഡർ ഫ്രം ദ മൗത്ത് ഈസ് ഒഫൻസീവ്. വായുവിൽ ഉമിനീരമെന്ന് പറഞ്ഞിട്ട് ദുർഗന്ധം. പെയിൻ ഇൻ ഗംസ് ആൻഡ് ടീത്ത് ഫ്രം കോൾഡ് എയർ. തണുത്ത വായു അടിക്കാൻ നേരത്ത് മോണയിലും പല്ലിലും വേദന. ഓൺ ബൈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ചവച്ച് തിന്നാൻ നേരത്ത്, കടിക്കാൻ നേരത്തൊക്കെ വേദനയുണ്ട്. ആഹാരം കഴിച്ചതിന് ശേഷം വേദന വരുന്നു. സോർ ഗംസ്, പാലേറ്റ് ആൻഡ് ടങ്. വായിൽ, നാവിൽ, മോണയിലൊക്കെ നൊമ്പരം, സ്പർശിക്കുമ്പോൾ ചതവുണ്ടായ പോലുള്ള വേദന. സ്റ്റിച്ചിങ് ആൻഡ് ടിയറിംഗ് പെയിൻസ് ഇൻ ദ ടീത്ത്. പല്ലിൽ കുത്തുന്ന പോലെ വലിച്ചു കീറുന്ന പോലുള്ള വേദന. സലൈവേഷൻ, ഇറ്റാലിക്സിലാണ്. ഉമിനീര് വരൽ അധികമായിട്ടുണ്ട്. സോളൻ ഗംസ്, മോണകൾ വീർക്കുന്നു. ദ ടേസ്റ്റ് ഈസ് ബ്ലഡി, മെറ്റാലിക്, സോർ ഓർ വാണ്ടിങ്. വായിലെ രുചി രക്തം കലർന്ന രുചി, ലോഹത്തിൻ്റെതായ രുചി, ചവർപ്പ് അല്ലെങ്കിൽ രുചിയൊന്നും ഇല്ല. ഫുഡ് ഈസ് ടേസ്റ്റ്ലെസ്. കഴിക്കുന്ന ആഹാരത്തിന് രുചിയില്ല. ടേസ്റ്റ്ലെസ് ഇറ്റാലിക്സ് ആണ്, രുചികേട്. അൾസറേഷൻ ഓഫ് ഗംസ്. മോണകളിൽ വ്രണങ്ങൾ വരുന്നു. ടീത്ത് വെരി സെൻസിറ്റീവ്. പല്ലുകളിൽ വല്ലാതെ സംവേദനക്ഷമത. വായി കാറ്റടിക്കുമ്പോഴും കുടിക്കുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ പല്ലിൽ വല്ലാതെ പുളിപ്പും വേദനയൊക്കെ വരാം. പെയിൻഫുൾ റൂട്ട്സ് ഓഫ് അപ്പർ ടീത്ത് ടു ഹെഡ്. മുകളിലുള്ള പല്ലുകളുടെ അടിഭാഗത്തു നിന്നും വേരിൽ നിന്നും തലയിലേക്ക് വേദന എക്സ്റ്റെൻഡ് ചെയ്യുന്നു. വെൻ ബൈറ്റിംഗ് ടീത്ത് ടുഗദർ. പല്ല് കടിക്കുന്ന സമയത്താണ് തലയിലേക്കുള്ള വേദന വരുന്നത്. മൈൽഡ് ഫോം ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ ദ ത്രോട്ട് ആൻഡ് ടോൺസിൽസ്. തൊണ്ടയിലും ടോൺസിലുകളിലും നേരിയ തരത്തിലുള്ള അതിരൂക്ഷമാകാത്ത വീക്കം. ഹോക്സ് ഓഫ് മച്ച് മ്യൂക്കസ്. ഒരുപാട് കഫം ഇങ്ങനെ ചുമച്ച് തുപ്പി വരും, വയലേക്ക് വരും. ഡ്രൈനസ് ഓഫ് ദ ത്രോട്ട് ഓൺ വേക്കിംഗ്. ഉടനെ എന്തേക്കുമ്പോൾ തൊണ്ട വരണ്ടിരിക്കുന്നു. സെൻസേഷൻ ഓഫ് ലംപ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിലൊരു കട്ട ഇരിക്കുന്ന പോലെ, നിറഞ്ഞിരിക്കുന്ന തോന്നുന്നു. ടഫ് ടെനേഷ്യസ് മ്യൂക്കസ് ഇൻ ദ ത്രോട്ട്, പെയിൻ ദ ത്രോട്ട് ഓൺ സ്വോളോയിങ്. അല്ലാതെ കട്ടിയുള്ള ഒട്ടുന്ന തരത്തിലുള്ള കഫം തൊണ്ടയിൽ വിഴുങ്ങാൻ നേരത്ത് ആഹാരം കഴിക്കുമ്പോൾ വേദന. ബേണിംഗ്, റോണസ് ആൻഡ് സോർനെസ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിൽ പൊള്ളൽ, തൊണ്ടയിൽ തൊലി പോയ പോലുള്ള നൊമ്പരമൊക്കെ ഉണ്ട്. സ്പിൻഡർ സെൻസേഷൻ ഇൻ ദ ത്രോട്ട്. തൊണ്ടയിൽ മരക്കം പോലെ ഇരിക്കുന്ന പോലെ. സ്റ്റിച്ചിങ് പെയിൻ ഓൺ സോളോയിങ്. വിഴുങ്ങുമ്പോൾ
കുത്തുന്ന പോലെ വേദന. swallowing is slow and difficult. വിഴുങ്ങാൻ സാവകാശം വേണം, സമയമെടുക്കും, പ്രയാസമാണ്. അൾസറേഷൻ ഓഫ് ദ ത്രോട്ട് ആൻഡ് ദ ടോൺസിൽസ് ആർ സോളൻ. തൊണ്ടയിൽ വ്രണങ്ങൾ, ടോൺസിൽസ് വീക്കം. സോളൻ സെർവിക്കൽ ഗ്ലാൻസ്, കഴുത്തിലെ ഗ്രന്ഥികൾ വിങ്ങിയിരിക്കുന്നു. ഇനി വിശപ്പിനെ കുറിച്ചാണ്, രുചിയെക്കുറിച്ചാണ്. ദ appetite is increased, later ravenous, but the first mouthful causes nausea. വളരെ വിചിത്രമായിട്ടൊരു അവസ്ഥയാണ്. ആദ്യം രുചി കൂടുന്നു, രുചി വല്ലാതെ അമിതമായ രുചി വരുന്നു. പിന്നീട് അതിന് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കവിൾ ആഹാരം, ഒരു പിടി ആഹാരം കഴിക്കുമ്പോൾ തന്നെ ഓക്കാനം വരുന്നു. ദ appetite is strong but food is not properly released. ശക്തമായ വിശപ്പുണ്ട്, പക്ഷേ ആഹാരം ശരിയായ രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. appetite for things not obtainable. കിട്ടാത്ത സാധനത്തിനോടുള്ള താല്പര്യം, കിട്ടുന്ന സാധനമല്ല, കിട്ടാത്ത സാഹചര്യം, കിട്ടാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളോടുള്ള താല്പര്യം. aversion to food, to meat, to coffee, things she cannot digest food. അപ്പോൾ മാംസത്തോട്, കാപ്പിയോട്, തനിക്ക് ദഹിപ്പിക്കാൻ പറ്റാത്ത ഭക്ഷ്യസാധനങ്ങളോടൊക്കെയുള്ള ഒരു അനിഷ്ടം, ഒരു വെറുപ്പ്. an empty feeling which is not helped by eating. വയറ് കാലിയായതുപോലെ, പക്ഷെ ആഹാരം കഴിച്ചാൽ കാലി ആയത് ഫീലും മാറില്ല. ഇറക്ടേഷൻ ബിറ്റർ എം ഡി സോർ ഓഫ് ഫുഡ്. അപ്പോൾ വായിക്കഴിച്ച ആഹാരം കയ്പുള്ളത്, വയറ്റിലൊന്നുമില്ലാതെയൊക്കെ തികട്ടി വരും. ആഫ്റ്റർ ഈറ്റിംഗ് ടേസ്റ്റിംഗ് ലൈക്ക് സ്പോയിൽഡ് മീറ്റ്. ആഹാരം കഴിച്ച ശേഷം വായിലെ രുചി കേടായ മാംസത്തിൻ്റെ രുചിയാണ്. വാട്ടർ ബ്ലാഷ്, ഇറക്ടേഷൻസ് ഗീവ് റിലീഫ്. ഇങ്ങനെ പൊളിച്ച് തികട്ടി വരൽ ഒക്കെ ഇയാൾക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ട്. ഫുൾനെസ് ആഫ്റ്റർ ഈറ്റിംഗ്, ഓഫൺ ഓൺലി എ മൗത്ത് ഫുൾ. വെറുതെ ഒരു കവിള്, ഒരു പിടി ആഹാരം കഴിച്ചാൽ മതി, വയറ് നിറഞ്ഞ പോലെ തോന്നും. വെയിറ്റിംഗ് ദ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ്, ഹിക്കഫ്, ഹെർട്ട് ബേൺ ആൻഡ് ലോത്തിങ് ഓഫ് ഫുഡ്. ആഹാരം കഴിച്ച ശേഷം വയറ്റിൽ ഭാരം, ഏമ്പക്കം, നെഞ്ചരിച്ചൽ, ആഹാരത്തോടുള്ള അനിഷ്ടം. അപ്പിറ്റൈറ്റുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാത്തരം ലക്ഷണങ്ങളും അലൂമിന സിലിക്കേറ്റ് കവർ ചെയ്യുന്നുണ്ട്. നോസിയ മോർണിംഗ്, ഈവനിങ് ആൻഡ് നൈറ്റ്. പ്രഭാതത്തിലും സായന്തനത്തിലും രാത്രിയുമൊക്കെ ഓക്കാനം. ആഹാരം കഴിച്ച ശേഷം തലവേദനയുള്ളപ്പൊക്കെ ഓക്കാനം വരുന്നുണ്ട്. ദ സൈറ്റ് ആൻഡ് തോട്ട് ഓഫ് ഫുഡ് കോസസ് നോസിയ. ആഹാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, ആഹാരം കണ്ടാൽ മതി, ഓക്കാനം വരും. ഗർഭകാലത്തൊക്കെ വരുന്ന ചില പ്രശ്നങ്ങൾ. പെയിൻ സ്റ്റൊമക്ക്, ഈവനിങ് ആൻഡ് നൈറ്റ്, അഗ്രിവേറ്റ് ബൈ ഈറ്റിംഗ്. രാത്രിയിലും സായനത്തിലും വയറിൽ വേദന ആഹാരം കഴിക്കുമ്പോൾ വർദ്ധിക്കുന്നു. ബേണിംഗ് എക്സ്റ്റെൻഡിങ് അപ്വേർഡ്സ്. വയറ്റിൽ പൊള്ളൽ, അത് മേലേക്ക് ഈ പൊള്ളൽ കയറി വരും. ക്രാമ്പിങ്, വലിച്ചു കോച്ചുന്ന പോലെ. പ്രസ്സിങ്, നോവിങ്, കട്ടിങ്, സ്റ്റിച്ചിങ്. പ്രസ്സിങ് പെയിൻ ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ച ശേഷം വിധപ്പെട്ട എല്ലാത്തരം വേദനയുണ്ടെന്ന് അർത്ഥം. ബെറ്റർ ബൈ ഇറക്ടേഷൻസ്. പൊളിച്ചു കേട്ടലും ഏമ്പക്കൊക്കെ വരാൻ നേരത്ത് വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. സോർനെസ് ഓൺ പ്രഷർ. വയറിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഒരു നൊമ്പരമുണ്ട്. റച്ചിങ്, വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നു, പക്ഷേ ഛർദ്ദിച്ച് പോകുന്നില്ല. സിങ്കിങ് സെൻസേഷൻ, ആകെ താഴേക്ക് വയറിൽ നിന്ന് ആകെ ഇടിഞ്ഞു പോകുന്ന പോലെ. സെൻസേഷൻ ഓഫ് എ സ്റ്റോൺ ഇൻ ദ സ്റ്റൊമക്ക്. വയറ്റിലൊരു കല്ലിരിക്കുന്ന പോലെ തോന്നല്. വാട്ടർ ടേസ്റ്റ് ആസ് സ്പോയിൽഡ്. കുടിക്കുന്ന വെള്ളം പോലും ചീത്തയായ, കേടായ വെള്ളത്തിൻ്റെ ദുസ്വാദ്. സം തേഴ്സ്റ്റ്, കുറച്ച് ദാഹമുണ്ട്, ബട്ട് നോ തേഴ്സ്റ്റ് ഡ്യൂറിങ് ഫീവർ. പനിയുള്ള സമയത്ത് ദാഹമില്ല. വളരെ പെക്യുലർ സിംറ്റം. വൊമിറ്റിംഗ് ഓർ കോഫിങ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്യൂറിങ് ഹെഡ് ഏക്ക്. ആഹാരം കഴിച്ചതിന് ശേഷം തലവേദന ഉള്ളപ്പോഴൊക്കെ ഛർദി അല്ലെങ്കിൽ ചുമ, കഫിങ് ഇറ്റാലിസിലാണ്. വൊമിറ്റിംഗ് ഓഫ് ബൈൽ, ബ്ലാക്ക് ബ്ലഡ് ഓഫ് ഫുഡ്, മ്യൂക്കസ് ആൻഡ് വാട്ടർ. ഛർദികൾ ശ്രദ്ധേയമാണ്. പിത്തരസം ഛർദ്ദിച്ചു പോകാം, കറുത്ത രക്തം ഛർദ്ദിച്ചു പോകാം. ആഹാരം കഴിച്ചു പോകുന്നു, ആഹാരം ഛർദ്ദിച്ചു പോകുന്നു, കഫം ഛർദ്ദിക്കുന്നു, വെള്ളം ഛർദ്ദിക്കുന്നു. വയറ് വല്ലാത്ത മോശം അവസ്ഥയിലാണ്. ഇതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ തപ്പിച്ചെന്ന് കഴിഞ്ഞാൽ വളരെ ഗുരുതരമെന്ന് പറയപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തും. പക്ഷേ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ എടുത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ ആന്തരികമായ പ്രശ്നങ്ങൾ മാറിപ്പോകും. പ്രശ്നങ്ങളൊക്കെ മാറിയ ശേഷം പോയി വേണമെങ്കിൽ പരിശോധിച്ച് നോക്കുക. ഇന്നത്തെ കാലത്ത് ഈ രോഗികളോടും മറ്റുമൊക്കെ അതാണ് പറയാനുള്ളത്. വയറ്റിലൊരു പൊള്ളൽ
വിശപ്പില്ലായ്മ, ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വലിയ വലിയ ആശുപത്രികളിലേക്ക് സ്കാനിങ്ങിന് പോയി അവസാനം സർജറിയും ഇതൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണെന്നുള്ളത്. അതിന് പകരം അതിൻ്റെ ആവശ്യമായ ചികിത്സ എടുത്ത ശേഷം, നല്ലൊരു ഹോമിയോപ്പതിനെ കണ്ട് ചികിത്സ എടുത്ത ശേഷം അതൊക്കെ മാറിയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. ലക്ഷക്കണക്കിന് രൂപയും സമയവും മനോവ്യഥയും ഒക്കെ നിങ്ങൾക്ക് ലാഭിക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. വളരെ നന്നായിട്ട് പ്രൂവ് ചെയ്ത, കെൻഡ് തന്നെ പ്രൂവ് ചെയ്ത ഒരു ഔഷധമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.